നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കാർലോ അഞ്ചലോട്ടിയുടെ കീഴിലെ ആദ്യ വിജയം ബ്രസീൽ സ്വന്തമാക്കി. വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പാക്കി. വിനി ജൂനിയർ ഗോളടിച്ചു, ആഞ്ചലോട്ടിക്കൊപ്പം ആഘോഷിച്ചു. അങ്ങനെ എല്ലാം കൊണ്ടും സന്തോഷത്തിൻ്റെ പാരമ്യതയിലാണ് ബ്രസീൽ ആരാധകരുള്ളത്. എന്നാൽ അതോടൊപ്പം ഒരു നിരാശാജനകമായ വാർത്തയുമുണ്ട്. കാർലോ അഞ്ചലോട്ടിയുടെ വജ്രായുധം ബ്രസീലിൻ്റെ സൂപ്പർ താരം വിനി ജൂനിയർക്ക് സസ്പെൻഷൻ. അടുത്ത മത്സരം അദ്ദേഹത്തിന് കളിക്കാൻ പറ്റില്ല. ബ്രസീലിൻ്റെ അടുത്ത മത്സരം ചിലിക്കെതിരെയാണ്. നിലവിൽ ഓൾറെഡി യോഗ്യത ഉറപ്പാക്കിയതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല. റിസൾട്ടിന് വലിയ പ്രാധാന്യമില്ലാത്ത കളിയാണ്. എങ്കിൽ പോലും ആഞ്ചലോട്ടിയുടെ കീഴിൽ ഈ മൊമെൻറ്റം തുടരുക എന്നുള്ളത് സുപ്രധാനമായ കാര്യമാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ താരത്തിന് സസ്പെൻഷൻ വന്നിരിക്കുന്നത്. രണ്ടാമത്തെ യെല്ലോ കാർഡാണ് ഇന്നത്തെ മത്സരത്തിൽ അദ്ദേഹം കണ്ടത്. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ ആദ്യ യെല്ലോ കാർഡ് വന്നതും പരാഗ്വയ്ക്കെതിരെയായിരുന്നു. അത് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ നടന്ന മത്സരത്തിലാണ്. അന്ന് കിട്ടി യെല്ലോ കാർഡ്. ഇപ്പോൾ വീണ്ടും യെല്ലോ കാർഡ് ലഭിച്ചു. അതുകൊണ്ട് തന്നെ അടുത്ത മത്സരം ചിലിക്കെതിരെ നടക്കുന്ന മത്സരം എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ 9-നാണ്. അത് ബ്രസീലിയൻ മണ്ണിൽ വെച്ച് നടക്കുന്ന മത്സരമാണ്. ആ മത്സരത്തിന് എന്തായാലും വിനി ജൂനിയർ ഉണ്ടാവില്ല. ഇനി 2 വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ. ഒന്ന് ചിലിക്കെതിരെ സെപ്റ്റംബർ 9-നും പിന്നെ ബൊളീവിയയ്ക്കെതിരെ സെപ്റ്റംബർ 14-നുമാണ് ആ 2 മത്സരങ്ങൾ. എന്തായാലും വേൾഡ് കപ്പ് ക്വാളിഫയർ ബ്രസീൽ ഉറപ്പാക്കി കഴിഞ്ഞു. ഇനി അടുത്ത വേൾഡ് കപ്പിന് ടീം ഒരുക്കാനുള്ള അവസരങ്ങളായിട്ട് ഈ മത്സരങ്ങളൊക്കെ കോച്ചിന് എടുക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ വിനി ഇല്ല എന്നുള്ളത് ടീമിനെ വല്ലാതെ ബാധിക്കില്ല. നിലവിൽ 16 കളികളിൽ നിന്ന് 7 വിജയം, 4 സമനിലകൾ, 5 പരാജയങ്ങൾ, 25 പോയിൻറ്റുമായിട്ട് ബ്രസീൽ കോൺമബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ 3-ാം സ്ഥാനത്താണ്. യോഗ്യത ഉറപ്പാക്കി കഴിഞ്ഞു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.